ഇന്ന് നമുക്ക് ഗോതമ്പ് മാവും ശർക്കരയും ഉപയോഗിച്ച് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് തയ്യാറാക്കാം. ഇത് നമുക്ക് പ്രസാദമായിട്ടാണെങ്കിലും തയ്യാറാക്കാം. നോർത്ത് ഇന്ത്യയിൽ UP സൈഡിലൊക്കെ ഛട്ട് എന്ന പൂജയിൽ തയ്യാറാക്കി അവർ പൂജിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വിഭവമാണ് നമ്മുടെ ഈ ഒരു ഠെക്വ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു വിഭവം. അപ്പം ഈ ഒരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. അപ്പം വേഗം നമുക്ക് ഈ ഒരു അടിപൊളി ഠെക്വ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. Hey guys, it's me Soumya. Welcome to Isha Spicy Tasty World. അപ്പോൾ നമ്മുടെ ഈ ഒരു ഠെക്വ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളിലോട്ട് 1 കപ്പിന് ശേഷം ഒരു 1.25 കപ്പ് ശർക്കര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചീകിന് ശേഷമാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്കൊരു 1/4 കപ്പ് ഇളം ചൂടുവെള്ളം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ശർക്കര ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തത്. ഇല്ലെങ്കിൽ സ്റ്റൗ ഓൺ ചെയ്തിട്ട് അതുമേ വെച്ചിട്ടൊന്ന് ചൂടാക്കിയാലും മതി കേട്ടോ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് മാവ് ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം എടുക്കാം. അതിലോട്ട് ഒരു 2.5 കപ്പ് നമ്മുടെ ആട്ടപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് മൈദയും കൊണ്ട് വേണമെങ്കിലും തയ്യാറാക്കാം. പക്ഷേ ഈ ഒരു ഛട്ട് പൂജയിൽ അല്ലെങ്കിൽ പ്രസാദമായിട്ട് ഉപയോഗിക്കുമ്പോൾ അവർ മെയിനായിട്ട് നല്ല തരിതരിപ്പുള്ളത് മാവാണ്, ഗോതമ്പ് മാവാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് നമ്മുടെ സാധാരണ ആശീർവാദ ആട്ടയോ അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ട യൂസ് ചെയ്താലും മതി കേട്ടോ. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് നമ്മുടെ പെരുംജീരകം കൂടെ ആഡ് ചെയ്യാം കേട്ടോ. പ്രത്യേക ഒരു ടേസ്റ്റും ഫ്ലേവറാണ്. കൂട്ടത്തിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂണ് കൊപ്ര തേങ്ങ തീരെ നൈസായിട്ട് ഞുറുക്കിയത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ കൊപ്ര തേങ്ങ ഇല്ലെങ്കിൽ സാധാരണ തേങ്ങ കുഞ്ഞു പീസാക്കി കട്ട് ചെയ്ത് നെയ്യിലൊന്ന് വഴറ്റിയതിന് ശേഷം ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് നന്നായിട്ട് ആ ഒരു മാവിലോട്ട് മിക്സ് ആകുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. UP സൈഡിൽ അവർ നെയ്യിൽ തന്നെയാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്യുന്നത് വരെ. നെയ്യിൽ ഫ്രൈ ചെയ്യുമ്പോൾ പൂജിക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ നെയ്യിലാണ് അവർ ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ സാധാരണ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നെയ്യിൽ ജസ്റ്റ് ഒന്ന് മാവ് മിക്സ് ചെയ്തതിന് ശേഷം ഓയിലിൽ ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യായിട്ട് ഇതുപോലെ നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് മുന്നേ ഉരുക്കി വെച്ചിരിക്കുന്ന, അതായത് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ശർക്കര നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് കുറേശ്ശെ അരിച്ച് നമുക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഹാർഡ് ഡോ ആയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. ആദ്യമേ ഒറ്റയടിക്ക് തന്നെ ഈ ഒരു ശർക്കര പാനി ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല. കുറേശ്ശെ ആവശ്യം അനുസരിച്ച് ഒഴിച്ചുകൊണ്ട് വേണം നമ്മുടെ ഈ ഒരു ശർക്കര പാനി ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം നല്ല ഹാർഡ് ഡോ ആയിട്ട് നമ്മുടെ ഇവിടെ മാവ് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. സോഫ്റ്റ് ആവാൻ പാടില്ല, നല്ല ഹാർഡ് ഡോ ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവിൻ്റെ ആ ടെക്സ്ചർ നോക്കൂ, നല്ല ഹാർഡായിട്ട് തന്നെ നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു കുഞ്ഞ് ബോൾ എടുത്തിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ എന്നാൽ സോഫ്റ്റുമാണ്, എന്നാലും നമ്മൾ ആ ഒരു ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നല്ല ഹാർഡും തോന്നുന്ന ആ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് ഇവിടെ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് ഇത്രയും ശർക്കര പാനി ബാക്കി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമ്മൾ കുറേശ്ശെ ആഡ് ചെയ്ത് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ജസ്റ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഇനി നമുക്ക് മാവൊന്ന് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലോട്ട് ഓയിലോ നെയ്യോ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ച് കൊടുക്കാം. പ്രസാദമായിട്ട് തയ്യാറാക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഓയിലാണെങ്കിലും മതി. ശേഷം നമുക്ക് മാവെടുക്കാം. ഞാനിവിടെ ഈ ഒരു ഠെക്വ തയ്യാറാക്കാനായിട്ട് അവർ ഇതുപോലത്തെ ഒരു അച്ച് നമുക്ക് കിട്ടും. ഇത് ഞാൻ നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞങ്ങൾ നേപ്പാളിലായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ ഈ ബിസ്ക്കറ്റ്സൊക്കെ ഈ ഒരു ഠെക്വ വല്ലപ്പോഴൊക്കെ തയ്യാറാക്കുമ്പോൾ അവിടുന്ന് വാങ്ങിയതാണ്. ഇത് ചിലപ്പോൾ ഓൺലൈനിൽ കിട്ടുന്നതായിരിക്കും. അഥവാ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ അച്ചില്ലെങ്കിൽ നമുക്ക് സ്പൂൺ വെച്ചാണെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2 രീതിയിൽ നമുക്ക് ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചുള്ളതുകൊണ്ട് ഞാൻ അച്ചിലോട്ട് കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്കൊരു കുഞ്ഞു ബോൾസ് ആക്കി നമുക്ക് ഈ ഒരു മാവിൽ നിന്ന് കുറച്ച് എടുക്കാം കേട്ടോ. ഇതുപോലെ മാവെടുത്ത് കുഞ്ഞു ബോൾസ് ഉരുട്ടിയതിന് ശേഷം ഓയിലിട്ട് ഗ്രീസ് ചെയ്ത് അച്ചിലോട്ട് നമുക്കിതൊന്ന് വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, എന്ത് ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഓരോ അച്ചിലും ഓരോ ഡിസൈനൊക്കെ കാണും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള അച്ചിൻ്റെ ഡിസൈൻ ഇതായിരുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം നമുക്ക് വേറെ ഒരെണ്ണം കൂടെ ചെയ്യാം. ഇത് ഒരു സിലിണ്ടറിക്കൽ ഫോമിലൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു ഇലയുടെ ഷേപ്പിൽ, ലൈറ്റ് ഒരു ഇലയുടെ ഷേപ്പിൽ നമുക്ക് നീളത്തിലൊന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വേറെ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്പൂൺ വെച്ച് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് കാണിച്ചു തരാം. ഒരു കുഞ്ഞു ബോൾ എടുത്തിട്ട് ഒരു പ്ലേറ്റിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇലയുടെ ഷേപ്പിൽ നീളത്തിലൊന്ന് വര കൊടുത്തിട്ട് സൈഡിൽ വരകളൊക്കെ കൊടുത്തതിന് ശേഷം നോക്കിക്കോളൂ, നല്ലൊരു ഇലയുടെ ഷേപ്പിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് ഇതൊന്ന് കിട്ടുന്നത് കേട്ടോ. നോക്കിക്കോളൂ, ഇതും കാണുന്ന ഒരു നല്ല ഭംഗിയില്ലേ. അപ്പം ഏകദേശം ഒരു 3 ഡിസൈനാണ് നമ്മളിവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ അതിൽ അച്ചുണ്ടെങ്കിൽ അച്ചുമേ ചെയ്യുക, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇതുപോലെ സ്പൂൺ യൂസ് ചെയ്തോളൂ കേട്ടോ. ഇനി ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കുറച്ച് ഭാഗം നമ്മളിവിടെ ഡിസൈനൊക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ അധികം ചൂടായിട്ടില്ല, അതായത് പുക വരുന്ന രീതിയിൽ ചൂടായിട്ടില്ല. നമ്മൾ ഈ ഒരു ടെക്വ ആഡ് ചെയ്യുമ്പോൾ ലൈറ്റൊരു ബബിൾസ് പോലെ വരുന്ന ആ ഒരു ചൂടിൻ്റെ പരുവേ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ ആയതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഓയിലിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിമിൽ ലോ വെച്ച് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാമെടുക്കാം. എന്നാലേ നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ഒരു ടെക്വ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ച് നമുക്ക് ഓയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഓയിലോട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് തിരിച്ചും മറിച്ചും എല്ലാ ഭാഗം നല്ലൊരു ഗോൾഡൻ ഒരു ക്രിസ്പി ആവുന്നിടം വരെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പതിയെ ഒന്ന് മറിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ അത് തിരിച്ചും മറിച്ചും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡായിട്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു സ്ട്രെയിനറിലോട്ടാക്കി നെക്സ്റ്റ് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ടെക്വ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടോ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. തയ്യാറാക്കി നമുക്ക് ബോട്ടിലൊക്കെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ആ ഒരു ക്രിസ്പിനെസ് നോക്കിക്കോളൂ, നല്ല ക്രിസ്പി ആയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ടേസ്റ്റും ഒന്നും പറയാനില്ല, അത്രയ്ക്ക് സ്വാദാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഹെൽത്തിയാണ്. നമ്മൾ ഗോതമ്പാവും ശർക്കര ഉപയോഗിച്ചാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ടെക്വ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോയും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.